സുഹൃത്തുക്കളെ, മയ്യമ്മിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സീസൺ തുടക്കത്തിൽ വളരെ നല്ല പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച് എല്ലാ ടീമിനെയും ആരെയും അടിക്കുന്നുള്ള ഒരു രൂപത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ്. ഇന്നിപ്പോൾ നമ്മൾ മഞ്ഞപ്പടക്കാർക്കൊക്കെ ചെറിയൊരു നിരാശ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിന്റെ ഒരു പെർഫോമൻസ് ക്രിസ്മസിന് ശേഷം നമ്മളെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ താഴെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് പ്രധാനമായ കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളെ പ്രധാനപ്പെട്ട പല താരങ്ങളും പരിക്ക് ബാധിച്ച് പുറത്തിരിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ നമുക്ക് പകരക്കാരെ കൊണ്ടുവന്ന ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ അതേ മൂർച്ചയോടുകൂടി ആക്രമിക്കാനോ കഴിയാത്ത ഒരവസ്ഥ നമുക്ക് വന്നു. അതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ. ഇനിയിപ്പോൾ എന്തായാലും മറ്റന്നാൾ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കളിയാണ്. കേരളത്തിൻ്റെ 25ാമത്തെ കളി എന്താകുമെന്നുള്ള ആകാംക്ഷയിലാണ് നമ്മളെ കേരളത്തിൻ്റെ കാണികളൊക്കെ. നമ്മളെ താരങ്ങൾക്ക് പരിക്ക് പറ്റിയത് കൊണ്ടാണ് നമ്മളെ റിസൾട്ട് താഴോട്ടായത്, തോൽക്കുന്നത് എന്നൊന്നും പറയുന്നതിലൊരു ന്യായമില്ല. കാരണം അങ്ങനെ പറയുന്നതുകൊണ്ട് റിസൾട്ടിൽ മാറ്റം വരില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ടീമിന് കിട്ടാനുമില്ല. പക്ഷേ ഇതൊരു വലിയ പ്രശ്നമാണ്. ലോകത്തിലെ മിക്കവാറും എല്ലാ ക്ലബ്ബുകളും അനുഭവിക്കുന്ന ഒരു വലിയ വിഷയമാണ്. നമുക്കറിയാം, കഴിഞ്ഞ മുന്നത്തെ സീസൺ ലിവർപൂളൊക്കെ പ്രധാനപ്പെട്ട താരങ്ങൾക്ക് പരിക്ക് പറ്റിയപ്പോൾ പല ക്ലബ്ബുകളും വമ്പൻ ക്ലബ്ബുകളും ഉയരത്തിൽ നിന്നും വളരെ താഴേക്ക് വീഴുന്ന കാഴ്ച നമ്മൾ കണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ്. പ്രധാനപ്പെട്ട താരങ്ങളായ ലൂണ, പെബ്ര, അതുപോലെ തന്നെ ദിമി, നമ്മളെ കീപ്പർ സച്ചിൻ തുടങ്ങി ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റി. മേജർ 11 എന്ന് പറയാൻ പറ്റിയ ആളുകളിൽ നിന്നും ഫസ്റ്റ് ലെവലിൽ കളിക്കേണ്ട പല പ്ലേയേഴ്സും കളത്തിന് പുറത്താണ്. ഡെപ്ത് ഉള്ള സ്ക്വാഡ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളെ കളിക്കുന്നതൊക്കെ മനുഷ്യന്മാരാണല്ലോ, യന്ത്രങ്ങളല്ലല്ലോ. ഒരു പക്ഷേ ഇഞ്ചുറികൾക്ക് എപ്പോഴും പോസിബിലിറ്റി ഉണ്ട്. ഒരു മനുഷ്യന് സാധിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ശാരീരികമായി എല്ലാവർക്കും ഒരേ കപ്പാസിറ്റിയിൽ കളിക്കാൻ എല്ലാ സമയത്തും കഴിഞ്ഞോളുന്നില്ല. ഒരു പക്ഷേ ശരീരം അതിൻ്റെതായ കൂടുതൽ റിസ്ക് എടുക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കൂടുതൽ ഹാർഡായിട്ട് ഇടപഴകുന്നതിനനുസരിച്ച് ശരീരം അതിൻ്റെതായ പ്രയാസങ്ങൾ കാണിക്കും. ആ സമയത്ത് പകരം വെക്കാൻ കൃത്യമായ ആളുകൾ ഉണ്ടാകുന്നുള്ളത് നിർബന്ധമാണ്. നമുക്കറിയാം, പല ക്ലബ്ബുകളും, ലോകത്തെ പ്രധാനപ്പെട്ട പല ക്ലബ്ബുകളും പരിക്ക് കാരണത്താൽ പുതിയൊരു പ്ലെയറെ, ആ പരിക്ക് പറ്റിയ പ്ലെയർക്ക് പകരം വെക്കാനില്ലാത്തത് കാരണം തളർന്നു പോയ അല്ലെങ്കിൽ ഒരു സീസൺ നഷ്ടപ്പെട്ടു പോയ ചരിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ലിവർപൂൾ ആവട്ടെ, ആഴ്സണലാവട്ടെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആകട്ടെ, അങ്ങനെ പല ക്ലബ്ബുകളും അങ്ങനെ ഒരു ക്ഷീണം അനുഭവിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വ്യത്യസ്തമായിക്കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി നിങ്ങൾ നോക്കൂ, സ്ക്വാഡ് ഡെപ്തിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആണ്. ഒരു ഡിബ്രൂയിൻ പോയാൽ അതിന് പകരം വെക്കാൻ പറ്റിയ പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. ഇനി അതല്ല, ഹാളണ്ട് കയറിയിരിക്കുകയാണെങ്കിൽ അതിന് പകരം വെക്കാൻ പറ്റിയ താരങ്ങൾ അവിടെ ഉണ്ട്. ഇങ്ങനെ സ്ക്വാഡ് ഡെപ്ത് ഉള്ളത് കൊണ്ട് മാത്രം റിസൾട്ട് ഉണ്ടാക്കുന്ന പല ടീമുകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്ക്വാഡ് ഡെപ്ത് എന്ന് പറയുന്ന ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരത്തിൽ വളരെ ഉജ്ജ്വലമായ തിരിച്ചുവരവ് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പ്രതീക്ഷയോടെ മഞ്ഞപ്പടക്കാർക്ക് കാത്തിരിക്കാം. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.